അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, അന്ന് മക്കളെയും കൂട്ടി അതാ ഇത്താത്തയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഷാമിലിൻ്റെ എളാമ. താത്ത താത്ത ഏ ഈ വന്നോ താത്ത? എനിക്കിന്ന് ഒരു പരിപാടി ഉണ്ട്. പരിപാടിയോ? എന്ത് പരിപാടി? അല്ലേ, എനിക്കിന്ന് ഞങ്ങളെ എല്ലാവരും കൂടി, ഞങ്ങളെ കുടുംബശ്രീ അംഗങ്ങളെല്ലാവരും കൂടി ഒരു ടൂറ് പോക്ക്. അതിന് കുട്ടികളെ മക്കളൊന്നും കൊണ്ടുവണ്ടെന്നാണ് പറയണത്. ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ എനിക്ക് പിടിയേറില്ല. കാരണം ഞാനാണെങ്കിൽ അതിലവിടെ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തൊക്കെ നിൽക്കണുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഓലെ പൈസയും കാര്യങ്ങളും കണക്കൊക്കെ ഞാനല്ലേ ഇതിൽ. ചിലപ്പം സെക്രട്ടറിൻ്റെ അതും ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒരു ടൂറ് സംഘടിപ്പിച്ചിരിക്കണ്. അപ്പോൾ കുട്ടികൾ മക്കളെ ഞാനായിട്ട് കൊണ്ടുവന്നാൽ എല്ലാവർക്കും കൊണ്ടുവരേണ്ടി വരും എന്നാണ് പറയണത്. അപ്പോൾ എന്താ താത്ത ഞാൻ ചെയ്യുക? എനിക്കാണെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടല്ലോ, നിങ്ങളിവിടെ ഉള്ള സ്ഥിതിക്ക് എനിക്കിപ്പോൾ അങ്ങനെ പോകാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ധൈര്യമായിട്ട് പോകാമല്ലോ. എൻ്റെക്കാളും നോക്കൽ നിങ്ങളാണ് മക്കളെ. അല്ല സുലോ, ഇജ് എന്താണ് ഈ പറയണത്? ഈ മക്കളെയും വിട്ടുകൊണ്ട് എവിടേക്കാണ് ഈ പോണത്? എന്തിനാ ഇപ്പോൾ ടൂറ് പോണത്? ഇപ്പം അടുത്തെങ്ങാനൊന്ന് പോയി വന്നത്. എന്താ ചെയ്യുക, എല്ലാവരും വിളിക്കും. പിന്നെ ഞാൻ ഇല്ല, ഞാൻ ഇപ്പം എന്താ ഒരുപാട് ആളുകളുടെ സ്വപ്നം അതോടുകൂടിയാണ് തകർന്നു പോവുകയാണ്. അതായത് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചതാണ് കുട്ടികളും മക്കളും ഭർത്താവും ഒന്നുമില്ലാതെ ഒറ്റക്കൊരു ടൂർ എന്നുള്ളത്, അതും പെണ്ണുങ്ങൾ മാത്രമായിട്ട്. ആ ഒരു ടൂറിന് പോകണേന് ഇപ്പം എന്താ, കുട്ടികൾ ഇവിടെ നിന്നോട്ടെ, കുട്ടികൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ശരിക്കും റസി അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്നു. എന്താ ആരെ എളാമേ ഇങ്ങോട്ട് കയറിക്കുള്ള, എന്താ എളാമ അവിടെ തന്നെ? പൊന്നാർ റസിയ, ഒന്നിനും വേണ്ടിയിട്ടല്ല. അതെ, അവിടുന്ന് കുടുംബശ്രീന്നൊരു ടൂറുണ്ട്. അതിൽ കുട്ടികളെ മക്കളൊന്നും കൊണ്ടുവരുന്നത് വലിയ ഈ മെമ്പേഴ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആണുങ്ങളാരും ഉണ്ടാവില്ല. അപ്പോൾ ഡ്രൈവറോ? റസിയുടെ ഒരു ചോദ്യത്തിന് മുമ്പിൽ എളാമയുടെ മുഖം വന്ന് വാടി. ഡ്രൈവർ ഇപ്പോൾ ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ. അപ്പോൾ മക്കൾ ഇവിടെ നിന്നോട്ടെ എന്നാണ് പറയണത്. എന്നാൽ റസിയ അത് അവളുടെ ജ്യേഷ്ഠത്തിയുടെ മക്കളാണ്. സത്യം പറഞ്ഞാൽ അവളിലേറെ സ്നേഹം റസിയക്ക് തന്നെയാണ് മക്കളോട്. മക്കൾ വരി. അവർ സ്നേഹത്തോട് റസിയ സ്വീകരിച്ചു. മക്കൾ വരി. അല്ലെങ്കിലും കുഞ്ഞാമ്മാൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കുട്ടികൾക്കും തന്നെ വലിയ സന്തോഷം തന്നെയാണ്. എന്നാൽ മക്കൾ അവിടെ നിർത്തി എങ്ങോട്ടാണ് പ്ലാനിങ്? നമുക്ക് അത് നോക്കാം. അന്നും പതിവ് പോലെ സഫീർ അതാ വിളിക്കുന്നു. ഫോൺ ബെല്ലടിക്കുന്നു. വിളിച്ചോ? ഹലോ എവിടെടോ? എന്താ എടുക്കാത്ത ഫോണ്? ഒന്നുമില്ല, ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ച്. അല്ല എന്താ? അത് പിന്നെ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ? പിന്നെന്താ? ഒന്ന് കറങ്ങിയടിച്ച് വരണ്ട പെണ്ണേ. അല്ലോ, കറങ്ങിയടിക്കേ? ഈ മക്കളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ മക്കളെ എന്താ ഒഴിവാക്കണോ? മക്കൾ വന്നോട്ടെ, അതിനെന്താ? എന്തെൻ്റെ പൊന്നാരി ഷൗക്കത്ത് നീ പറയുന്നത്? മക്കളൊക്കെ കൂട്ടി വന്നാലേ നമ്മൾ എങ്ങോട്ട് പോകുന്നതെന്നൊക്കെ അവർ കാണൂലേ? അതിനെന്താടി, നമ്മളെ മക്കൾ തന്നെയല്ലേ. എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ പൊന്നിക്ക. എന്നാൽ പിന്നെ അവരെ മാറ്റ് എങ്ങോട്ടെച്ചാൽ. അപ്പോഴേക്കും പിണങ്ങിയോ? അതെ, മക്കളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കട്ടെ. അല്ലെങ്കിലും ഷൗക്കേ എന്താടാ? നീ എന്നെ വിളിച്ചങ്ങ് വല്ലാതെ സുഖിപ്പിക്കല്ലേ കേട്ടോ. പിന്നെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ ഫോൺ എടുക്കില്ല, ഞാൻ പുറത്ത് പോയിട്ട് വിളിക്കുള്ളൂ. നീ ഒന്ന് മിസ്സടിച്ച് വെച്ചാൽ മതി, അപ്പം ഞാൻ തിരിച്ച് വിളിക്കാം. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ നീ എപ്പോഴാണെങ്കിലും ഫോൺ എടുക്കണം കേട്ടോ. അതും വീഡിയോ കോൾ തന്നെ. അല്ല, ഇതിപ്പോൾ ഓഡിയോ കോളായല്ലോ, ഞാൻ മറന്നു അങ്ങോട്ട്. ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്യില്ല കേട്ടോ. അതെന്താടി, ഞാൻ കുളിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. ഞാൻ കുളിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ അത് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതിനിപ്പോൾ എന്താ, ഞാൻ അപ്പം തന്നെ വിളിക്കാമല്ലോ. അപ്പോൾ തന്നെ അവൻ വീഡിയോ കോൾ ചെയ്യുന്നു. എന്താ ഷൗക്കേ ഇത്? ഞാൻ കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി മുടിയിലേക്ക് എണ്ണ ഇട്ട് നിൽക്കുകയാണ്. എത്ര മനോഹരമാണ് നിൻ്റെ മുടി പെണ്ണേ, സത്യമായിട്ടും. അല്ല, ഏതായാലും നിൻ്റെ കണവൻ്റെ ഒക്കെ ഒരു ഭാഗ്യം. നിന്നെപ്പോഴുള്ള ഒരു സുന്ദരി പെണ്ണിനെ കിട്ടിയാലേ കഴിച്ചിലായി. എനിക്ക് കിട്ടിയതും ആകപ്പാടെ മെലിഞ്ഞുണങ്ങി. എന്താ അതിങ്ങനെ? എനിക്കിപ്പോൾ അത്രയൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ കൂടുതലായിട്ട് കുറച്ച് പോഷകങ്ങൾ കഴിക്കുന്നുണ്ട്.
എൻ്റെ പെണ്ണ് നിനക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ന് ഞാൻ രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. അതെന്താ? തടി കുറച്ച് കുറക്കട്ടെ. നോ നോ നോ, തടി കുറക്കരുത്. തടി കുറച്ചാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല കേട്ടോ. നിൻ്റെ ആ പുഷ്ടിയുള്ള ശരീരം അതാണ് നിൻ്റെ മുതൽ. തടി ഇല്ലാത്തൊരു പെണ്ണ് എൻ്റെ അടുത്തുണ്ടേ. അത് കുറച്ച്. അതിന് എത്ര തിന്നാൻ കൊടുത്തിട്ടും ഒരു കാര്യമില്ല. നിന്നെപ്പോലുള്ള പെണ്ണിനെ കിട്ടുകയാണെങ്കിൽ. എന്നാൽ നല്ല രീതിയിൽ അതാ ഷൗക്കത്ത് അവളെ വളരെയധികം സ്നേഹത്തോടെ അവളോട് പെരുമാറുന്നു. ശരിക്കും ഷൗക്കത്തിൻ്റെ അതിൽ അവൾ അങ്ങ് വീണു പോവുകയും ചെയ്തു. ഹോ, ഇനിയിപ്പോൾ ആ കിളവനെങ്ങാനും വരുമോ എന്തോ ആവോ. അതും ഷൗക്കത്തെ. എന്താടി ഷൗക്കത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? നിൻ്റെ കെട്ടിയോനെങ്ങാനും വരുന്നുണ്ടോ? എൻ്റെ റബ്ബേ, കെട്ടിയോനെങ്ങാനും വന്നാലേ എന്നെ പഞ്ഞിക്കിടോ? ഏയ്, കെട്ടിയോൻ അങ്ങനെ ഇങ്ങനെയൊന്നും എഴുന്നേറ്റ് വരില്ല. അതെന്താ, കെട്ടിയോൻ മരിച്ചു പോയോ? ഖബറിനുള്ളിലാണോ? അങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. പിന്നെന്താടി? ഞാൻ ഷൗക്കത്തിനോട് എനിക്ക് ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് ഗൾഫിലാണെന്ന്. ഒരിക്കലും അങ്ങനല്ല. എൻ്റെ ഭർത്താവ് ഗൾഫിലേ അല്ല. പിന്നെ എവിടെ? നാട്ടിലുണ്ടോ? നീ എന്നെ ചതിക്കുവാണോ? സത്യം പറയണം. ഏയ്, അങ്ങനെയൊന്നുമല്ല. നിൻ്റെ ഭർത്താവിൻ്റെ ഒരു ഫോട്ടോ പോലും കാണിച്ചു തന്നില്ലല്ലോ നീ. ഭർത്താവിൻ്റെ ഫോട്ടോ കണ്ടാലേ എൻ്റെ ഉപ്പയാണെന്നേ കരുതൂ. ഉപ്പയോ? അതെന്താ? അപ്പോഴേക്കും ഒരു ഫോട്ടോ ഇട്ട് സെൻഡ് ചെയ്ത് കൊടുത്തു. അല്ല, ഇതിപ്പോൾ ശരിക്കും ആരാ? ഇതാണ് എൻ്റെ ഭർത്താവ്. ഓഹോ, കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ, കണ്ടിട്ട് കുറച്ച് വയസ്സ് തോന്നുന്നുണ്ടോ? വയസ്സ് അത് നിങ്ങളെ പ്രായത്തിനനുസരിച്ചുള്ളതൊക്കെ തന്നെ ഉള്ളൂ. ഭർത്താക്കന്മാരാകുമ്പോൾ പിന്നെ കുറച്ചും കൂടെയൊക്കെ. അല്ല, ഇതിപ്പോൾ മൂപ്പരെവിടെ? മൂപ്പര് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം തളർന്നിട്ട് പോയിക്കാണ് ഹോസ്പിറ്റലിലേക്ക്. മോനോ? അപ്പോൾ ഈ 2 പെൺകുട്ടികളല്ലാതെ? അതെ, എനിക്ക് ഈ 2 പെൺകുട്ടികളല്ലാതെ വേറെ ഒരു മോളും മോനും എനിക്കല്ല, എൻ്റെ ഭർത്താവിന് ആദ്യ ഭാര്യയിലുണ്ട്. ഓഹോ, അപ്പോൾ ഇതൊക്കെ എന്നോട് മറച്ചു വെച്ചിട്ടായിരുന്നു പരിപാടിയില്ലേ? എന്താ ഷൗക്കത്തെ, മടുത്തോ? മടുത്തിട്ടില്ലല്ലോ. നിന്നെ എങ്ങനെ മടുക്കാനാണ്? നിൻ്റെ ശരീരം ഒരിക്കലും മടുത്തിട്ടില്ല. ഒരു നിമിഷം ഷൗക്കത്തിൻ്റെ മനസ്സിലും, ഓ, ആ ഒരു ഭർത്താവിനെ ചതിച്ചിട്ടാണ് ഇവൾ എങ്ങനെ ചെയ്യുന്നത്. എന്തൊന്നും മിണ്ടാത്തത്? അല്ല, എനിക്ക് എന്തൊക്കെ ഒരു കുറ്റബോധം തോന്നുന്ന പോലെ തോന്നാം. എന്ത് കുറ്റബോധം? അല്ല, ഞാൻ ആ കുറച്ച് പ്രായമുണ്ട് അദ്ദേഹത്തെ ചതിക്കുന്ന രീതിയിൽ. അല്ല, എങ്ങോട്ട് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ ചികിത്സക്ക് സ്ട്രോക്ക് വന്ന മനുഷ്യനെ കൊണ്ടുപോയ ഈ സ്ഥിതിക്ക്. അല്ല, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിന്നെ ബ്യൂട്ടി പാർലറിൽ വെച്ചാണ് ഞാൻ കണ്ടത്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങുമ്പോഴെന്നെ എൻ്റെ മനസ്സിൽ നീ കയറി കൂടിയിരുന്നു. അപ്പോൾ നീ എന്നെ അപ്പോഴാണ് കാണുന്നത്? ആ, അതെ. എന്നാലേ ഞാൻ അതിനു മുമ്പേ നിന്നെ കണ്ടിട്ടുണ്ട് കേട്ടോ ഷൗക്കത്തെ. എനിക്ക് നിന്നെ നല്ലോണം ഇഷ്ടപ്പെട്ടും ചെയ്തിരുന്നു. പക്ഷേ നിന്നെ ഒന്ന് പാട്ടിലാക്കണമെന്നൊരു ചിന്തയും എനിക്കുണ്ടായിരുന്നു. സുലു, നീ എന്തൊക്കെയാണ് പറയുന്നത്? അതേന്നേ, അതൊക്കെയായിരുന്നു എൻ്റെ പ്ലാനിങ്, നിന്നെ ഒന്ന് പാട്ടിലാക്കണമെന്നുള്ളത്. അപ്പോൾ എന്നോടാണോ അത് ഇഷ്ടം തോന്നിയത്? ഇഷ്ടം ആരോടായാലും ഇപ്പം എന്താ, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരാളെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്ല, ഇതിപ്പോൾ നിൻ്റെ ഭർത്താവ് എങ്ങനെ വരുമോ? എനിക്ക് ചെറിയൊരു പേടി. എന്താ ഷൗക്കത്ത്, ഇത്ര മാത്രം ധൈര്യം? ഇത്രയേ ഉള്ളൂ? അയ്യേ, എനിക്ക് നാണക്കേട്. എന്താന്നില്ലേ, ഒരാൾ പേടിച്ചിട്ട്. പിന്നെ ഇനിയിപ്പോൾ വന്നാൽ തന്നെ വരില്ല. വന്നാൽ തന്നെ നിൻ്റെ ഒരൊറ്റ അടിക്കതങ്ങ് വീണു പോവും. അത്രക്കും അങ്ങോട്ട് എത്തിക്കണേ. ഏത് നിമിഷവും മരണം സംഭവിക്കും. നീ എന്തൊക്കെയാണ് പറയുന്നത്? മനുഷ്യത്തില്ലാത്ത വാക്ക്. ഓ, അപ്പോൾ എനിക്കങ്ങനെയൊക്കെയാ? അല്ല, എന്തായി ട്രിപ്പിൻ്റെ കാര്യം? എങ്ങോട്ടാണ് പോകേണ്ടത്? ഊട്ടി? അതിവിടെ അടുത്തൊരു കോഴിക്കോട് ബീച്ചിൽ പോയി വന്നാലോ? ഞാനില്ല. എന്താ ഇത് ഇങ്ങനെയൊക്കെ ഒരു പറ്റിക്കൽ? മൂന്നാറോ അല്ലെങ്കിൽ കുറച്ച് ദൂരേക്ക് പോയിട്ട് 2-3 ദിവസം റിസോർട്ടൊക്കെ എടുത്തിട്ട് നിൽക്കല്ലേ വേണ്ടത്? അതല്ലേ അടിപൊളി വൈബ്. അല്ലാതെ ഇപ്പം എന്താ? എടി പെണ്ണേ, എൻ്റെ കാര്യം വല്ലതും അറിയോ? എനിക്ക് 2 മക്കളുണ്ട്. പിന്നെ
എൻ്റെ ഭാര്യ 3ാമത്തെ ഗർഭിണിയാണ്, 6ാം മാസത്തിലായിരിക്കുന്നത്. 2-3 ദിവസമൊക്കെ അവരെ വിട്ട് നിൽക്കുകയെന്ന് വെച്ചാൽ എൻ്റെ മക്കളും പ്രശ്നക്കാരാണ്. എൻ്റെ പെണ്ണാണെങ്കിലും വിളിച്ചുകൊണ്ട് നിൽക്കും. ഞാനിപ്പോൾ എന്താ ചെയ്യുക? അതെ, എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ അവിടുന്ന് പറഞ്ഞ് തടി ഊരാൻ നോക്കിന്നേ. അതുണ്ടല്ലോ, നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ ഒരു ടൂറ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കി കേട്ടോ. നോക്കട്ടെ, എന്തായാലും ഞാൻ വിളിക്കാം. അങ്ങനെയതാ അവൻ അന്ന് ഭാര്യയുടെ അരികിലെത്തി. ഷബ്ന ചിരിച്ചുകൊണ്ട് കടന്നു വരണ്ട തൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. ആ ഇക്ക വന്നോ നിങ്ങൾ? ഇന്നെന്ത് കുറച്ച് നേരത്തെയാണല്ലോ. ഓ സന്തോഷം കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടേ വരാറുള്ളൂ. ഞാൻ നിങ്ങളെ കാത്തിരുന്ന് ഒരുപാട് കുഴങ്ങും. ഓ കാത്തിരുന്ന് കുഴങ്ങി കഴിയുമ്പോൾ ഞാൻ അറിയാതെ കിടന്നുറങ്ങും. ഇക്ക സത്യമായിട്ടും ഒരു ദിവസമെങ്കിലും എൻ്റെ കൂടെ ഒന്ന് നേരത്തെ കാലത്ത് ഉറങ്ങാൻ കിടന്നൂടെ? മറ്റെന്നും നിങ്ങൾ വരുമ്പോൾ 12 മണി 1 മണി കഴിയും. ഞാൻ ഒരുപാട് കാത്തിരിക്കും. ഞാൻ വിചാരിക്കും ഒരു ദിവസങ്ങളൊന്ന് ഇക്കയുടെ കൂടെ കിടക്കാൻ വല്ലാത്ത കൊതിയായിട്ടാണ്. എൻ്റെ പെണ്ണെ, നിനക്ക് എന്തിൻ്റെ കേടാപ്പോ? 2-3 മക്കളായി, ഇപ്പോഴും നിൻ്റെ പൂതി ദൂരെ മാറിയിട്ടില്ലേ? അങ്ങനെയല്ലേ അക്ക, നിങ്ങളുണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്, ഒരു സാന്ത്വനാണ്. അതുകൊണ്ടാണ്. അങ്ങനെ ഷബ്ന, ഒറ്റക്കൊക്കെ ജീവിക്കാനൊക്കെ പഠിക്കണ്ടേ? എപ്പോഴും ഞാൻ അതുണ്ടാവുമോ? ഒരു പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനങ്ങ് മരിച്ചു പോയാലോ? ആരാ ഉണ്ടാകുക? ഇക്ക അങ്ങനൊന്നും പറയില്ലിക്ക, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. കരയൊന്നും വേണ്ട ഇക്ക, ഇത് ഫുഡ്. അവൾ അപ്പോഴേക്കും നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. ഇക്ക കഴിക്ക്. വേണ്ട പെണ്ണെ ഇത്രയൊന്നും. അങ്ങനെ അതാ ഫുഡിലേക്ക് കറിയെല്ലാം ഒഴിച്ചു കൊടുത്ത്. കഴിക്കുക. നീ എന്നെ വല്ലാത്ത കെയറിങ്ങാലേ. നീ എന്തൊരു നോക്കല എന്നെ. പറയുമ്പോൾ 6 മാസം ഗർഭിണിയാണ്, എന്നിട്ട് പോലും എൻ്റെ കാര്യം കഴിഞ്ഞിട്ട് എന്നെ കൊച്ചു കുട്ടികളെ പോലെ നീ നോക്കല്ലേ. എൻ്റെ ഇക്ക, ഞാനല്ലേ ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് എപ്പോഴും താങ്ങായും തണലായും നിന്നത് നിങ്ങൾ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളല്ലാതെ ആരൊക്കെ ഉള്ളത്? ഷബ്ന മതി, വല്ലാതെ താലോലിച്ചാലേ. എന്തിക്ക, നിങ്ങളല്ലാതെ എനിക്ക് പിന്നെ ആരെയും താലോലിക്കാനുള്ളത്? അതൊന്നും എനിക്കറിയണ്ട, മതി. ഭക്ഷണം എടുത്ത് വെച്ചേക്ക്. അദ്ദേഹം നേരെ വന്ന് ബെഡ്റൂമിൽ കിടന്നു, ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട്. അപ്പോഴേക്കും അതാ വീഡിയോ കോൾ ശബ്ദം. ഇക്കാൻ്റെ ഫോണിൽ നിന്നാണല്ലോ. പെട്ടെന്ന് ഓഫ് ചെയ്തു. അവൾ പാത്രമെല്ലാം അടുക്കി വെച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി തുടച്ച് അവൾ സ്നേഹത്തോടെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മണിയറയിലെത്തി. ഇക്ക, കുടിക്കാൻ വെള്ളം വേണ്ടേ? അവിടെ വെച്ചേക്ക്. എന്തിക്ക എപ്പോഴും ഫോണിൽ? എൻ്റെ അടുത്ത് കുറച്ച് സമയം ഇരിക്കുമ്പോഴെങ്കിലും എന്നോടൊന്ന് സംസാരിച്ചൂടെ? എന്താ ഷബ്ന നീ പറയുന്നത്? 2-3 മക്കളായി, ഇപ്പോഴും മുഖത്ത് നോക്കി സംസാരിച്ചിരിക്കാനേ. ഇതെന്താ മണിയറിയോ? അതെ, എനിക്കെൻ്റെ ഇക്ക എന്നും എൻ്റെ പുതുമണവാളൻ തന്നെയാണ്. എന്നാലും ഒന്നുമല്ല, ഒന്ന് സംസാരിച്ചിരുന്നൂടെ എൻ്റെ കൂടെ? എന്ത് സംസാരിക്കാനാ നിന്നോടൊക്കെ ഇത് ഞാൻ. 2-3 കുട്ടികളുടെ തള്ളയായി, എന്നിട്ട് ഇപ്പോഴും ചെറിയ കുട്ടികളുടെ പോലെ സംസാരിച്ചിരിക്കുകയാണ്. ഇക്ക എന്നാൽ ശരി, ഉറങ്ങിക്കോളെ. കുറച്ച് സമയമെങ്കിലും എൻ്റെ അടുത്തൊന്ന് കിടന്നോളെ. എന്നിട്ട് ഫോണുമായിട്ട് ബാൽക്കണിയിലേക്ക് പോകാം. എന്തിപ്പോൾ ഇത്രമാത്രം ഫോണിൽ? അവൻ അതാ ഫോണിൽ കിടന്നപ്പോൾ വീണ്ടും അതാ ബെല്ലടി മുഴങ്ങുന്നു. ആരേക്ക വീഡിയോ കോളാണ് ചെയ്യുന്ന സമയത്ത്? അത് ഓഫീസിൽ നിന്ന് അവരെന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്താടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് അതാ ബാൽക്കണിയിലേക്ക് വാതിൽ തുറന്ന് അവൻ ഇറങ്ങി. എന്താ? എന്നാൽ അപ്പുറത്തു നിന്ന് അതാ ആരുമായിരുന്നില്ല. അത് മറ്റേ ഷാമിലിൻ്റെ ഇളാമ ഇക്ക സുലേഖയാണ്. എന്തിക്ക? അതെ, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വിളിക്കരുതെന്ന്. അവൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ. അതിനെന്താ? എനിക്ക് പിന്നെ കാണാൻ തോന്നിയാൽ ഞാൻ എന്താ ചെയ്യാം? അതെ, ഞാൻ ബാൽക്കണിയിലാണുള്ളത്. അവൾ ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം, കുറച്ച് കേട്ടെ, അവളൊന്ന് ഉറക്കത്തിൽ വീഴട്ടെ. എൻ്റെ ഇക്ക അവൾ ഉറങ്ങിക്കോളും. എന്താ സുലേഖ പെണ്ണെ നീ പറയുന്നത്?
ഉം? അത് അവൾ പെട്ടെന്നൊന്നും അങ്ങനെ ഉറങ്ങുന്നില്ല, എന്നെ കാത്തിരിക്കുകയാണ്, ഞാൻ വന്നാലേ അവൾ ഉറങ്ങുള്ളൂ. ഓ, ഇപ്പം അങ്ങനെയൊക്കെ ആയില്ലേ? സ്വന്തം ഭാര്യയോട് മാത്രമായി ഇപ്പോൾ സ്നേഹം. അപ്പം ഞാനാരാ? ഞാൻ വെക്കിയെ മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്നെയും കുറച്ചൊക്കെ പരിഗണിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തെറ്റും. എൻ്റെ മുത്ത്, നീ തെറ്റല്ലേ പെണ്ണേ. ആയിക്കോട്ടെ, ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തരും. പക്ഷെ നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രമല്ല നമ്മളെ അടുത്തേക്ക്. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാം ശരിയാവും. പിന്നെ അവളെ ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്നാൽ ഷബിന ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരിക്കുകയാണ്. ഷബിന എന്താ ഉറങ്ങിയില്ലേ? അല്ലേക്ക, നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്യായിരുന്നു. കിടന്നോളേ, ഇരിക്കേ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മീറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ നിനക്ക് ഉണ്ടെന്നുള്ളത്. പിന്നെ നീ എന്താ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്? എന്നെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഉറങ്ങിക്കോ ചെല്ലേ. ശരിക്കും ഷബിന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത് അവൾക്കത് ഒട്ടും സഹിച്ചില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്കാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ടൈം ഇവിടെ കാത്തിരുന്നത്. അപ്പോഴും ഇക്കാക്ക് ഫോൺ തന്നെയാണ് വലുത്, കൂട്ടുകാരും. ഞാനപ്പോൾ ഒന്നുമല്ലല്ലേ? ആര് പറഞ്ഞു നീ ഒന്നുമല്ലാന്ന്? എൻ്റെ വീട് നോക്കാൻ ഒരാൾ വേണം, എൻ്റെ മക്കളെ നോക്കാൻ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ, അതൊക്കെ നീ തന്നെയല്ലേ എനിക്ക് ചെയ്തു തരിക, അല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. ഇനി മതി, ഫോണൊക്കെ ഇവിടെ വെച്ചേക്ക്, ഇവിടെ കിടന്നുറങ്ങാം. കൂടുതൽ സമയം ഉറക്കമൊഴിക്കണ്ട. രാവിലെ എണീക്കുക എപ്പോഴും ലേറ്റാകും. സുബഹി നിസ്കാരം തന്നെ ഞാൻ വിളിച്ച് അങ്ങേ അറ്റത്ത് എത്തുമ്പോഴാണ് എണീക്കുക. ഞാൻ വിചാരിക്കും, പഠിച്ചവനെ എൻ്റെ ഭർത്താവിന് നല്ല ബുദ്ധി കൊടുക്ക് റഹ്മാനെ എന്നുള്ളത്. മനമില്ല മനസ്സോടുകൂടെ ഷൗക്കത്ത് അതാ ഷബിനയുടെ റൂമിലേക്ക് കടന്നു വരുന്നു. ഷബിന പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ നോക്കി നിന്നു. എന്നാൽ അവൻ ഷബിനെ മൈൻഡ് ചെയ്യാതെ നേരെ അതാ ബെഡിലേക്ക് കിടന്നു. പുതപ്പ് ശരീരത്തിലൂടെ വലിച്ചിട്ട് മൂടി. എന്താ ഇങ്ങനെയൊക്കെ? ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഒരു സാവകാശം, എന്തൊരു ദേഷ്യം തീർക്കുന്ന പോലെ. ആർക്ക് ദേഷ്യം? ആരോട്? എനിക്കൊന്നുമില്ല. എന്നാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളട്ടെ, എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനതൊക്കെ ശരിയാക്കി തരാം. ഓ, നീ ആരാ, കളക്ടറോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചപ്പോൾ അവളും ചിരിച്ചു. കളക്ടറായിട്ടൊന്നും വേണ്ടല്ലോ. അതെ, ഒരു ഭർത്താവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കൂടെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഉണ്ടായാലും ഭാര്യമാരാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ നീ പറഞ്ഞത്? ഭാര്യമാരെന്നോ? ഭാര്യമാരെന്ന് വെച്ചാൽ ഒരു ഭാര്യ അല്ലല്ലോ, പിന്നെന്താ ഭാര്യമാർ എന്നുള്ള ഒരു ഇതോടെ വന്നത്? അത് ഒരു കൂട്ടം സ്ത്രീകൾ അങ്ങനെ. ഓഹോ, അപ്പോൾ നിനക്കറിയാലേ? അത് പിന്നെ അറിയാതിരിക്കോ? എനിക്കൊക്കെ എടുക്കേ. അങ്ങനെയതോ അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. പാവം ഷബിന അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നു. അവളുടെ എല്ലാ വിശ്വാസങ്ങളും അദ്ദേഹത്തിൽ സമർപ്പിച്ചുകൊണ്ട്. പക്ഷെ തൻ്റെ ഭർത്താവ് ഞാനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരുത്തിയെ വിളിക്കുവാൻ വേണ്ടിയിട്ടാണ് തന്നെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ തന്നോട് ഉറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്നൊന്നും അറിയുന്നില്ലല്ലോ. പാവം ഗർഭിണിയായ ആ ഒരു പെണ്ണിൻ്റെ അവസ്ഥ എന്തായിത്തീരും? ഷൗക്കത്ത് തിരിച്ചു വരുമോ, അതോ സുലേഖയെ കൂടെ കൂട്ടി ഒപ്പം ജീവിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.